സ്വാമിയേ ശരണമയ്യപ്പോ ശരണമയ്യപ്പോ അന്നദാന പ്രഭുവേ ശരണമയ്യപ്പോ. ഞങ്ങൾ ഇന്ന് ശബരിമലയ്ക്ക് പോവാണ്. സിന്ധുവിൻ്റെ കന്നിമലയാണ്, കന്നി മാളികപ്പുറമാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ഞങ്ങളത് മഴയല്ലേ, അതുകൊണ്ട് ഞങ്ങൾ പടുത വലിച്ചു കെട്ടി മുറ്റത്താണ് ഞങ്ങൾ ഇരുമുടി നിറയ്ക്കുന്നത്. എല്ലാം റെഡിയാക്കി, ഗണപതി വിരിപ്പും എല്ലാം റെഡിയാക്കി. ഇനിയിപ്പം പെരിയസ്വാമി വന്നാൽ മതി. ഞാൻ പെരിയസ്വാമിയാണ്, പക്ഷേ ഞാൻ നിറയ്ക്കുന്നില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലെ കിളിക്കുഞ്ചിരിക്കുന്നത് കൊണ്ട് അകത്തെ ഒച്ചയും ബഹളവും ഒന്നും വേണ്ടെന്ന് കരുതി ഞങ്ങൾ ഇന്നലെ നെയ്ത്തേങ്ങ നിറച്ചത് വീട്ടിനകത്ത് ഇരുന്ന് ഇരുട്ടത്താണ് നിറച്ചത്. അതിനൊരു ശല്യമാവണ്ടെന്ന് വിചാരിച്ചു. കിളിക്കുഞ്ഞിനെ അവിടെ ഇരിപ്പുണ്ട്, ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. എൻ്റെ മൂത്ത ചേച്ചിയാണ്. ചേച്ചി ഞങ്ങൾ 3 പേരുടെ പോകുന്നത്. ചേച്ചി ഇത് 4ാമത്തെ മലയാണ്, ഞാൻ 39ാമത്തെ മലയാണ്. സിന്ധുവിൻ്റെ കന്നിമലയാണ്. അപ്പം മാളികപ്പുറത്തിന് അതുകൊണ്ട് ഒരുപാട് ചടങ്ങുകളുണ്ട്. ഒരു കറുപ്പ് വച്ചയും ശരവും എല്ലാ സാധനങ്ങളും വേണം, എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പെരിയസ്വാമി വന്നു കഴിഞ്ഞാൽ കെട്ട് നിറച്ച് ഞങ്ങളിപ്പോൾ രാവിലെ തന്നെ, ഇതിപ്പം വെളുപ്പാകാലമാണ് കേട്ടോ, 4 മണിയായി സമയം. അപ്പോൾ ഇപ്പം ഞങ്ങൾ കെട്ട് നിറച്ച് പോയിട്ട് ഇന്ന് രാത്രി തന്നെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കിളിക്കുഞ്ഞ് ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം നമ്മൾ വെളിയിൽ ചെയ്യേണ്ടി വന്നത്. ഇതേ അടയിരിക്കുക. ഒരു 6 മണി 5 മണി 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഇവൾ പുറത്ത് പോയിട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണം മേടിച്ച് കഴിച്ചിട്ട് വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നത്. 10 ദിവസമായി. അത് പേടിക്കും. ഇനി ഈ ശരണംവിളി, ഉച്ചത്തിലുള്ള ശരണംവിളിയൊക്കെ കേൾക്കുമ്പോഴേ അപ്പോൾ അവൾ പേടിക്കും. അതുകൊണ്ട് ഞങ്ങൾ വീടിനകത്തൊന്നും ആക്കിയില്ല, എല്ലാം ഞങ്ങൾ വെളിയിലാക്കി. നെയ്ത്തേങ്ങ നിറച്ചപ്പോൾ അന്നേരമൊക്കെ ഇന്നലെ വളരെ പതുക്കെയുള്ള ശരണംവിളിയായിരുന്നു. നമസ്കാരം. ഞങ്ങൾ ശബരിമലയിലേക്ക് പോവുകയാണ്. ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഉണ്ട്, നമുക്ക് എങ്ങനെ അവിടെ ചെന്നൊക്കെ ഉള്ള നടക്കുന്ന എല്ലാം ഉണ്ട്. അപ്പോൾ ഭഗവാനെ പോയി ഒന്ന് തൊഴുതിട്ട് വരാം. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടായിരിക്കും. അയ്യപ്പ 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 സ്വാമിയുടെ തലപ്പാറ മലേ. ഞങ്ങൾ ദാഹക്കയറ്റം കയറുകയാണ്. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവിടുന്ന് അപ്പുറത്തായിട്ട് നമുക്ക് ഭഗവാന്റെ പൂങ്കാവനം ആരംഭിക്കുന്ന, 14 പൂങ്കാവനം ആരംഭിക്കുന്ന ഇവിടെ നിന്നാണ്. ഇവിടെ ഞങ്ങൾ കർപ്പൂരവും കൊളുത്തി തിരിയും കത്തിച്ച് ഞങ്ങളവിടുന്ന് വീണ്ടും വനത്തിലേക്ക് കയറിയിരിക്കുകയാണ്. നല്ല മഞ്ഞുണ്ടായിരുന്നു, ഭയങ്കര മഞ്ഞുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരെ ഉണ്ടായിരുന്നു, വാഹനം വളരെ കുറവായിരുന്നു. അങ്ങനെ ഞങ്ങൾ നിലയ്ക്കലെത്തിയായിരുന്നു. ഇത് നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കവാടമാണ്. ഇവിടെയാണ് പോലീസ് വാഹനങ്ങൾ നിലയ്ക്കലേക്ക് പാർക്കിങ്ങിനായിട്ട് പറഞ്ഞു വിടുന്നതൊക്കെ ഇവിടെ നിന്നാണ്. നമ്മുടെ പമ്പയിൽ തലേ ദിവസം കയറിയ ആൾക്കാരുടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ പമ്പ പോലീസ് സ്റ്റേഷൻ്റെ അവിടുന്ന് പമ്പ കുറുകെ കടക്കുകയാണ്. വീട്ടിൽ നിന്ന് കുളിച്ചിട്ട് പോകേണ്ട ഞങ്ങൾ അവിടെ ചെന്ന് കൈയും കാലും മുഖവും എല്ലാം കഴുകിയതേ ഉള്ളൂ. അവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞാൽ നല്ല തിരക്കാണെന്ന്. അങ്ങനെ ഞങ്ങൾ പമ്പ ഗണപതി ഭഗവാൻ അടിക്കാനുള്ള തേങ്ങയാണ് അത് കണ്ടത്. സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തേങ്ങ. ഞങ്ങൾ നീലിമല കയറി തുടങ്ങി. സിന്ധുവിൻ്റെ ആദ്യത്തെ അനുഭവമായതുകൊണ്ട് ഞാൻ പറയുമായിരുന്നു, മേപ്പോട്ട് നേരെ നോക്കരുതെന്ന് പറയുമായിരുന്നു. കാരണം കൊടുമുടി മുന്നിൽ നിൽക്കുന്ന കാണുമ്പോൾ നമുക്കുള്ളിലൊരു ഭയം ഉണ്ടാവും. ഞാൻ കുറച്ച് നടക്കും, പിന്നെ ഇരിക്കും, വീണ്ടും കുറച്ച് നടക്കും, പിന്നെ ഇരിക്കും. അങ്ങനെയാണ് മുകളിൽ വരെ എത്തിയത്. കുറേ പിന്നെ അങ്ങ് ചെന്ന് കഴിഞ്ഞാണ് ആ നിരപ്പായ കുറച്ച് സ്ഥലങ്ങളുള്ളത്. ഏറ്റവും നീലിമല ടോപ്പിലെത്തി. അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം ഞങ്ങൾ വേറെ ഫുഡൊന്നും കഴിച്ചില്ല, തണ്ണിമത്തം മാത്രമേ കഴിച്ചുള്ളൂ. കുറേ തണ്ണിമത്തങ്ങ കഴിച്ചു. ലെമൺ സോഡയും തണ്ണിമത്തനും മാത്രമേ കഴിച്ചുള്ളൂ. അതുകൊണ്ട് ക്ഷീണം ഒരുപാട് കുറവുണ്ടായിരുന്നു. എന്നാലും കുറച്ച് കഷ്ടപ്പെട്ടു, നല്ലതായിട്ട് കഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ശരംകുത്തിയിലെത്തിയിരിക്കുക. അപ്പോൾ ഇവിടെ കന്നി അയ്യപ്പന്മാരില്ലാത്ത കാലത്ത് മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിച്ചോളാം എന്നാണ് അയ്യപ്പൻ കൊടുത്ത വാക്ക്. ഇതിപ്പോൾ ഇവിടെ വരുന്ന എല്ലാ കന്നി അയ്യപ്പന്മാരും ശരവും കറുപ്പ് വച്ചയും ഇവിടെ ഉപേക്ഷിച്ചാൽ പോകുന്നത്. ഇതാണ് കന്നി അയ്യപ്പന്മാരുടെ തെളിവ്. ഇവിടെ ഒരിക്കലും ഈ ഒരു കറുപ്പ് വച്ചയോ ശരവോ ഇല്ലാത്ത കാലത്ത് ഞാൻ മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിച്ചോളാമെന്നാണ് അയ്യപ്പൻ കൊടുത്ത വാക്ക്.
പോകുന്ന വഴിക്കെല്ലാം ഇതാ സിംഹവാലം കുരങ്ങ്. ഇഷ്ടം പോലെ ഉണ്ട്. ഇതാ ഏറ്റവും കൂടുതൽ അവിടെ ഇല്ലേ മറ്റേ കുരങ്ങിനെക്കാട്ടില്? ഇല്ല ഇതാ കൂടുതൽ. ഇത് പിന്നെ ഈ നമ്മുടെ ഈ നാടൻ കുരങ്ങുകളെല്ലാം അവർ ഫോറസ്റ്റുകാർ നാടൻ കുരങ്ങിനെയും നമ്മുടെ പന്നിയെല്ലാം അവർ പിടിച്ച് ഉൾക്കാട്ടി കയറ്റി വിട്ടു. ഒരുപാട് പന്നിയും കുരങ്ങുള്ളതാണ് ഇവിടെയൊക്കെ. അവരെല്ലാത്തിനെയും കയറ്റി വിട്ടു. ആ പന്നി അങ്ങനെ ഒരെണ്ണത്തിനെ അങ്ങണ്ടേ കണ്ടുള്ളൂ, ബാക്കി ഒന്നിനും. അത് പമ്പയിലല്ലേ? പമ്പ. ഇത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഒരുപാടുണ്ട്. ഇവരെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടേ വന്നിരിക്കുന്നതാണ്. ഇവർക്ക് ഈ ഇലകളുടെ കിളുന്ത ഇലകളാണ് ഇവരുടെ ഏറ്റവും കൂടുതൽ. ഇവരിൽ തന്നെ ഈ ബ്രാഹ്മൺസ് ബ്രാഹ്മൺസിൻ്റെ ജനിസിൽപ്പെട്ടവരുണ്ട്. അവർ പച്ചിലകളും അങ്ങനെയുള്ള ഫ്രൂട്ട്സും മാത്രമേ കഴിക്കത്തുള്ളൂ. സന്നിധാനത്തു നിന്ന് ട്രാക്ടർ പമ്പയിലേക്ക് പോവുക കാലി സിലിണ്ടറുമായിട്ട്. പോലീസിൻ്റെ റെസ്ക്യൂ ടീമാണിത്. എമർജൻസി ഉണ്ടായുള്ള ആംബുലൻസ് ഫോഴ്സിൻ്റെ ഗൂർഖയ. എനിക്കുണ്ടായിരുന്നു ഈ വണ്ടി ഒരെണ്ണം. നമ്മുടെ 18 പ്രളയത്തിന് ഒരുപാട് രക്ഷാപ്രവർത്തനം നടത്തിയായിരുന്നു എൻ്റെ ആ വണ്ടി. ഞങ്ങൾ നടപ്പന്തലിലെത്തി. നടപ്പന്തലിനടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ ഞങ്ങൾ കയറി. കഞ്ഞിയും പയറും അച്ചാറും നല്ലൊരു കഞ്ഞിയുമായിരുന്നത്. നല്ല രുചിയായിരുന്നു. നല്ല നാടൻ അരിയിലുണ്ടാക്കിയ കഞ്ഞി. ഒരു പുട്ടുകലം കണ്ടു. എത്ര പുട്ടതിൽ വെക്കാം അല്ലേ? അങ്ങനെ 4 മണിക്ക് നട തുറക്കത്തുള്ളതുകൊണ്ട് ഞങ്ങൾ കുറേ സമയം അവിടെ റെസ്റ്റ് ചെയ്തു. പിന്നെ അങ്ങനെ വീണ്ടും 18-ാം പടിയുടെ അവിടെ എത്തി. ഇനി ഞങ്ങൾ 18-ാം പടി കയറാൻ പോവാം. ഭഗവാനെ തൊഴാൻ വേണ്ടി അവിടെ ചെന്ന് പിന്നെ ഇറങ്ങുന്ന വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുള്ളൂ. കുറേ കഷ്ടപ്പെട്ട് മലയൊക്കെ കയറിയെങ്കിലും അവിടെ ചെന്നാൽ 18-ാം പടി കയറിയപ്പോഴും അതേപോലെ ഭഗവാനെ കണ്ടപ്പോഴും ഉണ്ടായ ഭക്തിയും ആ സന്തോഷവും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞൊഴുകുമായിരുന്നു 18-ാം പടിയൊക്കെ കയറിയപ്പോൾ. അതൊക്കെ ഒരു വലിയൊരു എനിക്ക് ഭാഗ്യം പോലാണ് തോന്നിയത്. എനിക്കിപ്പോൾ പോകാൻ പറ്റിയാലും അതുപോലെ തന്നെ വലിയ സന്തോഷം തോന്നി. ഇനി ഓരോ പ്രായം ചെല്ലുന്നതോറും നമുക്ക് പോകാൻ പറ്റാതെ വന്നെങ്കിലോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.